ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിനെ അഗാധമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ ഇലക്ട്രോണിക്സ് വീഡിയോകൾ യൂട്യൂബിൽ ഇടുന്ന കാലഘട്ടം തുടങ്ങി ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു സർക്യൂട്ട് ബോർഡിൽ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അവിടെ 47 കിലോമിൻ്റെ റെസിസ്റ്റർ വേണമെന്ന് പറയാൻ പറ്റുന്നു, എങ്ങനെ നമുക്ക് അവിടെ 0.1 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ വേണമെന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു, ആ റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്, ഇത് തന്നെ വേണമെന്ന് എന്താണ് നിർബന്ധം, ഇതൊക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഈ പറയുന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ കണ്ടെത്തലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൽ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ചില ഐഡിയകൾ സൃഷ്ടിക്കാൻ സഹായകരമാകും. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഇത്തരം പ്രാക്ടിക്കൽ അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ സൈനും കോസും ലാംഡയും തീറ്റയും ഒക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, ഇത് പഠിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, ഒരു കടയിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ കടയിൽ ചെന്ന് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ മാത്തമാറ്റിക്സ് ഉണ്ട്, അതുള്ളതുകൊണ്ടാണ് ഇത്ര സുഖമായിട്ട് പോകുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നും വേണ്ട, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ പോലും കുറേ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ ഒരു ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഫോമിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈന് പ്രധാനമായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് DC മോഡലും, രണ്ട് AC മോഡലും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നമ്മളൊരു DC മോഡൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, കറണ്ട് ഇതൊക്കെ സ്റ്റഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണെന്നുള്ള ഒരു അസ്യൂമിലാണ് നമുക്ക് അവിടെ കാൽക്കുലേഷൻസ് എല്ലാം നടക്കുന്നത്. പക്ഷേ ഒരു AC മോഡൽ വരുമ്പോഴേക്കും നമുക്ക് ടൈം വേരിയിങ് സിഗ്നലാണ്, അവിടെ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം DC അനാലിസിസിൽ നിന്ന് തുടങ്ങി പതുക്കെ നമുക്ക് AC ഡൊമൈനിലേക്ക് പോവാം. നമുക്കെല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രോണിക്സിൽ തന്നെ പാസീവ് കമ്പോണൻ്റ് ഉണ്ട്, ആക്റ്റീവ് കമ്പോണൻ്റ് ഉണ്ട്. പാസീവ് കമ്പോണൻറ്റിന് ഒരു സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ശേഷിയില്ല. അത് മിക്കവാറും ഒരു 2 ടെർമിനൽ ഡിവൈസുകളായിരിക്കും. എന്നാൽ ഒരു ആക്റ്റീവ് കമ്പോണൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അതിൻ്റെ ഷേപ്പ് മാറ്റാനും ഒക്കെയുള്ള കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കഴിവ് ആർജിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പാസീവ് കമ്പോണൻറ്റിൻ്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പാസീവ് കമ്പോണൻറ്റിന് ആക്റ്റീവ് കമ്പോണൻറ്റിനെക്കാട്ടിലും പ്രാധാന്യമുണ്ട് ഇലക്ട്രോണിക്സിൽ. കാരണം ആക്റ്റീവ് കമ്പോണൻറ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള വോൾട്ടേജ്, കറണ്ട് ഇതെല്ലാം നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ പാസീവ് കമ്പോണൻസുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്ററുകളുടെ ഇത്ര മില്ലി ആംപിയറെ നമ്മൾ പാസ് ചെയ്യാൻ പാടുള്ളൂ എന്നെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ സഹായിക്കുന്നത് അവിടെ പാസീവ് കമ്പോണൻറ്റ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാസീവ് കമ്പോണൻറ്റ് വർക്ക് ചെയ്യാൻ പവർ സപ്ലൈയുടെ ആവശ്യമില്ല. എക്സ്റ്റേണൽ പവർ സപ്ലൈ നമുക്ക് അവിടെ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റെസിസ്റ്റർ വർക്ക് ചെയ്യാൻ നമ്മൾ പവർ സപ്ലൈ കൊടുക്കാറുണ്ടോ? ഇല്ല. അത് നമ്മൾ കൊടുക്കുന്ന ഒരു പവർ സപ്ലൈയിൽ കറണ്ട് ഫ്ലോയെ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. എന്നാൽ നമ്മൾ ട്രാൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അവിടെ നമുക്ക് VCC, ഗ്രൗണ്ട്, പവർ സപ്ലൈ അവിടെ വേണ്ടി വരും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട പാസീവ് കമ്പോണൻറ്റ് സൈഡിലുള്ള ഡിസൈനാണ്. അത് പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ ആക്റ്റീവ് കമ്പോണൻറ്റ് ഉദ്ദേശിച്ച രീതിയിൽ വർക്ക് ആവത്തുള്ളൂ. നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് പരിശോധിക്കുകയാണെങ്കിൽ മിനിമം ഒരു റെസിസ്റ്റർ എങ്കിലും കാണാതിരിക്കില്ല. നമ്മൾ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്ന പോലെ റെസിസ്റ്റർ ഇല്ലാത്ത ഒരു സർക്യൂട്ട് വളരെ വിരളമാണ്. അപ്പോൾ നമ്മുടെ ഈ റെസിസ്റ്റർ ഒരു സർക്യൂട്ടിൽ ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ ഇക്വേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓംസ് ലോ ആണ്. അതായത് V = IR അല്ലെങ്കിൽ R = V/I. ഈ പറയുന്ന ഇക്വേഷനൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ വരുന്നുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ ഒരു 12 വോൾട്ട് സപ്ലൈ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു LED ഉണ്ട്. ഈ LED നേരിട്ട് 12 വോൾട്ടേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം LED കത്തിപ്പോവും. പക്ഷേ നമ്മൾ ഈ LEDയുടെയും സപ്ലൈയുടെ ഇടയ്ക്ക് ഒരു റെസിസ്റ്റർ ഇടണമെങ്കിൽ അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഓംസ് ലോ ഉപയോഗിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. R = V/I. അപ്പോൾ V എന്ന് പറയുന്നത് നമ്മളെ വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു LED കത്തണം എന്നുണ്ടെങ്കിൽ ഒരു 2 വോൾട്ട് മിനിമം വേണം. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ട സപ്ലൈ എത്രയാണ്? 12. അപ്പോൾ 12 - 2 അപ്പോൾ എത്ര കിട്ടുന്നത്? 10 വോൾട്ട്. അപ്പോൾ ആ 10 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എടുത്തൊന്ന് മാറ്റി വയ്ക്കുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു LED കത്തണം എന്നുണ്ടെങ്കിൽ മിനിമം അവിടെ 10 മില്ലി ആംപിയർ എങ്കിലും കറണ്ട് വേണം. അപ്പോൾ 10 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 0.01 ആംപിയർ. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മുടെ സപ്ലൈ വോൾട്ടേജ് മൈനസ് LED കത്താൻ ഉപയോഗിച്ചിരിക്കുന്ന വോൾട്ടേജ്, ഡ്രോപ്പ് ആയിപ്പോയ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നമ്മളിപ്പോൾ പറഞ്ഞ 10 മില്ലി ആംപിയർ എന്നുള്ള ആ ഒരു കണക്ക്, അത് ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കി. നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് 10 ഡിവൈഡഡ് ബൈ 0.01. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1000 ഓംസ്, അതായത് 1 കിലോ. അപ്പോൾ 12 വോൾട്ടിൽ നമുക്ക് സേഫായിട്ട് 1 കിലോ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് കത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറച്ചും കൂടെ കുറയ്ക്കണം.
അപ്പോൾ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുന്നുള്ളത് LED-യുടെ ഡേറ്റാ ഷീറ്റിന് അനുസരിച്ചിരിക്കും. അപ്പോൾ ഏതൊരു കമ്പോണൻറ്റ് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഡേറ്റാ ഷീറ്റിൽ മാക്സിമം റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ കാണും. ഇപ്പോൾ LED-ക്ക് ഇപ്പോൾ 20 മില്ലി ആംപിയർ ആണ് മാക്സിമം താങ്ങാൻ പറ്റുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്കിൽ ചെറിയൊരു വ്യത്യാസം പറ്റിയാൽ മതി, 10/0.02. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 500 ഓം. പക്ഷേ 500 ഓമിൻ്റെ റെസിസ്റ്റർ നമുക്കില്ല. അതിനാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസിസ്റ്റർ വാല്യൂ അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു 560 ഓമിൻ്റെ റെസിസ്റ്റർ ഇട്ട് കൊടുക്കുക. അപ്പോഴും LED കത്തും. പക്ഷേ ഒരു കാര്യമുണ്ട്, കൂടുതൽ കത്തും തോറും അതിൻ്റെ ഹീറ്റ് ഡിസിപ്പേഷൻ കൂടുതലായിരിക്കും, അതിന് ലൈഫ് സ്പാൻ കുറഞ്ഞു പോകും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 500-നും 1000-നും ഇടയ്ക്കുള്ള കുറച്ച് ഒരു മിഡിലായിട്ടുള്ള ഒരു വാല്യൂ, ഉദാഹരണം പറയുവാണെങ്കിൽ 680 ഓം, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് കൊണ്ടാണ് ഇങ്ങനെയുള്ള വാല്യൂ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് റെസിസ്റ്ററിൻ്റെ കറണ്ട് ഫ്ലോയെ നിയന്ത്രിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 12 വോൾട്ട് ഉണ്ട്, ഒരു 6 വോൾട്ടിൻ്റെ വോൾട്ടേജ് റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ 2 10 കിലോ നമ്മൾ സീരീസ് ആയിട്ട് ഇട്ട് കൊടുത്ത് ഗ്രൗണ്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ റെസിസ്റ്ററും ഗ്രൗണ്ടും തമ്മിലുള്ള കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത വോൾട്ടേജിൻ്റെ പകുതിയായിരിക്കും അവിടെ ലഭ്യമാകുന്നത്. അത് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കൃത്യം നിങ്ങൾക്ക് ആ ഒരു വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന റെസിസ്റ്ററിൻ്റെ റേഷ്യോ അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഡിസൈനുകൾ അവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഒരു ലോഡ് കൺട്രോൾ ചെയ്യണം, ഒരു സോളിനോയിഡ് കൺട്രോൾ ചെയ്യണം. അതിൽ 500 മില്ലി ആംപിയർ ആണ് അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് കളക്ടറിൽ ഒരു 500 മില്ലി ആംപിയറെങ്കിലും കിട്ടണം. അപ്പോൾ നമ്മൾ ബേസിൽ എത്ര റെസിസ്റ്റർ കൊടുക്കണം? അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ IC = βIB. അതായത് കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബീറ്റ വാല്യൂവിനെ അതുപോലെ ബേസിലൂടെയുള്ള കറണ്ട് ഫ്ലോയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ IB എന്ന് പറയുന്നത്, അതായത് ബേസിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട് ഡിവൈഡർ ബൈ ബീറ്റയാണ്. അപ്പോൾ കളക്ടർ കറണ്ട് നമുക്കറിയാം, ബീറ്റയുടെ വാല്യൂ അറിയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കളക്ടർ കറണ്ട് 500 മില്ലി ആംപിയർ ആണ്, ബീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BD 139 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന് 40 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 500 ഡിവൈഡർ ബൈ 40. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 12.5 മില്ലി ആംപിയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് കറണ്ട് എന്ന് പറയുന്നത് 12.5 മില്ലി ആംപിയർ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഏത് റെസിസ്റ്റർ ഇട്ടാലാണ് അത്രയും കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഓംസ് ലോ തന്നെ നമ്മൾ യൂസ് ചെയ്യാം. അതായത് നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായാലും 0.7 ഡ്രോപ്പ് ഔട്ട് ആയി പോകും. അപ്പോൾ 12 - 0.7 ഡിവൈഡർ ബൈ നമ്മളിപ്പോൾ പറഞ്ഞ 12.5 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായത് ഏകദേശം 904 ഓംസ്. 904 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1 കിലോ ഓം ഇട്ട് കൊടുക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടിൽ 500 മില്ലി ആംപിയർ ഡെലിവർ ചെയ്യാൻ വേണ്ടി നമുക്ക് BD 139 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് 1 കിലോ ഓം ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു കേസ്. ഇനി നിങ്ങൾ ഇതിനൊന്ന് റീഡിസൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ബേസിൽ നമുക്ക് 12 വോൾട്ട് കൊടുക്കാനില്ല, 5 വോൾട്ടേ കൊടുക്കാനുള്ളൂ. ഒരു അർഡിനോ മൈക്രോ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് വഴി നമുക്ക് സോളിനോയിഡ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 5 - 0.7 ഡിവൈഡർ ബൈ നമ്മുടെ ആ 12.5 മില്ലി ആംപിയർ അത് കൊടുക്കുമ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറച്ചും കൂടെ കുറവായിരിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ 344 ഓം. അപ്പോൾ 344 ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 330 ഓമാണ്. ഇങ്ങനെയാണ് കൃത്യമായിട്ട് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന ആംപ്ലിഫയറുകളിലെല്ലാം കൃത്യമായിട്ട് ട്രാൻസിസ്റ്റർ മിഡ് പോയിന്റിൽ ബയാസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ഡിസ്റ്റോർഷൻ ഇല്ലാതെ ഔട്ട്പുട്ട് കിട്ടാനും ഓരോ ലെവലിൽ തമ്മിൽ കപ്പിൾ ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ആ ഡിസൈനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓംസ് ലോ എന്ന് പറയുന്നത് തൊട്ടും നിസ്സാരക്കാരെന്നല്ലത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം, ആരാണ് ഇത്ര കുത്തിയിരുന്ന് ഇനി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ICകളുടെ കാലഘട്ടമല്ലേ, അല്ലെങ്കിൽ എല്ലാം അടങ്ങിയ മൊഡ്യൂളുകൾ ഡിജിറ്റൽ ആംപ്ലിഫയറുകൾ കിട്ടത്തില്ലേ? അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ സർക്യൂട്ടെല്ലാം ഇപ്പോൾ കോമ്പാക്റ്റ് ആക്കി ആ ഒരു രീതി വന്നെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് ഈ ബേസിക് ഡിസൈനുകൾ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പുറമേ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ അകത്തെല്ലാം ഈ സംഗതികൾ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മുടെ ഈ റെസിസ്റ്ററിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊരു പവർ സപ്ലൈ സിസ്റ്റംസ് അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്ന സിസ്റ്റംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ പവർ കൂടി വാട്ടേജ് കൂടിയിട്ടുള്ള റെസിസ്റ്ററുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഓംസ് റേഞ്ചിലായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 4.7 ഓംസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഫ്യൂസിബിൾ റെസിസ്റ്ററായിട്ടും ഉള്ള അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ NTC, PTC ഇതിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് നമുക്ക് വളരെ കുറവാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ പവർ കൂടുതൽ വേണ്ട സർക്യൂട്ടുകൾ അല്ലെങ്കിൽ പവർ ഡെലിവറി സിസ്റ്റത്തിനകത്തൊക്കെ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റും 100 ഓംസിൽ താഴെയുള്ള റെസിസ്റ്റർ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഫിൽറ്ററുകൾ അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ പല സെക്ഷനുകൾ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 കിലോ ഓമിനും ഒരു 680 കിലോ ഓമിനൊക്കെ ഇടയ്ക്കുള്ള റേഞ്ച് ആയിരിക്കും മിക്കവാറും കാണാൻ സാധിക്കുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കറിയാം 1K, 10K, 100K,
220K ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത കപ്പാസിറ്ററുകളായ 0.1 മൈക്രോഫാരഡ്, 0.01 മൈക്രോഫാരഡ്, 0.047 മൈക്രോഫാരഡ് ഇതൊക്കെയായിട്ട് നല്ല മാച്ചിങ് വരും. അത് ഇക്വേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ മെഗാ ഓം റേഞ്ചിലുള്ള റെസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ, ഹൈ വോൾട്ടേജ് സിസ്റ്റംസ്, ഇതിനകത്തൊക്കെ നമുക്ക് മെഗാ ഓം റേഞ്ചിലുള്ള റെസിസ്റ്റർ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഡിസൈൻ സിംപ്ലിസിറ്റി വരും. അതായത് ജസ്റ്റ് രണ്ട് റെസിസ്റ്ററിൻ്റെ റേഷ്യോ നോക്കിയിട്ട് നമുക്ക് ഗെയിൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ RFൻ്റെ വാല്യൂ 10 ആണ്, RIയുടെ വാല്യൂ 5 ആണെങ്കിൽ നമുക്ക് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നെങ്കിൽ -RF/RI, അതായത് 10/5. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ 2 മടങ്ങ് ആംപ്ലിഫൈ ചെയ്യും. ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ 10 മെഗാ ഓമും 5 മെഗാ ഓമും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോഴും നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂടുന്തോറും സർക്യൂട്ട് കൂടുതൽ സെൻസിറ്റീവ് ആവും. ചെറിയ നോയ്സ് പോലും സർക്യൂട്ടിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ഇനി റെസിസ്റ്ററിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ഉണ്ടാവാനും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഒപ്റ്റിമം വാല്യൂ ഏകദേശം ഇതിൻ്റെ മിഡിൽ റേഞ്ച് നിൽക്കുന്നതായിരിക്കും. ഇനി ഈ റെസിസ്റ്റർ തന്നെ പല ആപ്ലിക്കേഷനിൽ പല ടൈപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ടിരിക്കുന്ന കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് നമുക്ക് ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാം. വളരെ ചീപ്പായിട്ടുള്ള സർക്യൂട്ടുകളിലും ലാബോറട്ടറി ടെസ്റ്റിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മെറ്റൽ ഫിലിം നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ പ്രിസിഷൻ വേണ്ട ആപ്ലിക്കേഷനകത്ത് യൂസ് ചെയ്യാം. ഇനി ഹൈ ഫ്രീക്വൻസിക്ക് പ്രത്യേക ഇൻഡക്റ്റൻസ് കുറഞ്ഞുള്ള റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവിടെ കൺസിഡർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് ഏത് കമ്പോണൻറ്റ് എവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി റെസിസ്റ്ററിന് തന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് മാച്ചിങ് ആണ്. രണ്ട് സ്റ്റേജുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഇംപിഡൻസ് മാച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സർക്യൂട്ടിൽ നിന്ന് ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു എനർജി ഫ്ലോ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ലോസസ് വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള 50 ഓം അല്ലെങ്കിൽ 75 ഓംസ് 100 ഓംസിൻ്റെ റെസിസ്റ്ററൊക്കെ ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് RF സർക്യൂട്ടുകളിൽ. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ റെസിസ്റ്ററിൻ്റെ വാല്യൂ 0.0001% പോലും വ്യത്യാസം വരാൻ പാടില്ല. പ്രത്യേകിച്ച് സ്വർണം തൂക്കുന്ന ഒരു മെഷീൻ നമ്മൾ എടുക്കുക, അപ്പോൾ അതിലൊക്കെ റെസിസ്റ്ററിൻ്റെ വാല്യൂ 0.01 വ്യത്യാസം വന്നാൽ നമ്മുടെ വിലയിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ നമ്മൾ കപ്പാസിറ്റർ ഫിക്സഡ് ആക്കി വെച്ചിട്ടാണ് റെസിസ്റ്റർ ഡിസൈൻ ചെയ്യാറുള്ളത്. നേരെ തിരിച്ചുള്ള ഡിസൈൻ വളരെ റെയറാണ്. കാരണം റെസിസ്റ്ററിന് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റി അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 10 കിലോമിൻ്റെ ഒരു റെസിസ്റ്ററിന് വേണമെങ്കിൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് 5 കിലോമോ 5.1 ആക്കാം. എന്നാൽ ഒരു കപ്പാസിറ്റർ ഒരു 10 മൈക്രോഫാരഡിൻ്റെ എൻ്റെ കയ്യിലുണ്ട്, അതിപ്പോൾ എനിക്കൊരു 8 മൈക്രോഫാരഡാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അത് ഇമ്പോസിബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സീരീസും പാരലലൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളതുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കപ്പാസിറ്ററിനെ അവിടെ പിടിച്ച് ഇരുത്തിയിട്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഈ കാലിബ്രേഷൻ ഒരു പോയിന്റ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കൂടിക്കഴിയുമ്പോഴേക്കും ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാലപ്പഴക്കം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രീസെറ്റിലെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കൃത്യം ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ DC-യിലുള്ള റെസ്പോൺസിനെ പറ്റിയാണ്. ഇനി നമ്മൾ AC-യിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഈ ഓംസ് ലോ പോലെ തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1/2πRC എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി നമ്മൾ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നെങ്കിൽ 1/2πLC എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നല്ലൊരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ് വൂഫർ സർക്യൂട്ട് നിർമ്മിക്കണം. നമ്മുടെ ഓഡിയോ ഒരു സിഗ്നൽ സോഴ്സേ ഉള്ളൂ, അതിൽ നിന്ന് 100 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കപ്പാസിറ്ററിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റത്തില്ലോ. അപ്പോൾ കപ്പാസിറ്ററിനെ അവിടെ നമ്മൾ പിടിച്ചു വയ്ക്കുന്നു 0.1 മൈക്രോഫാരഡ്. ഇനി നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ F = 1/2πRC. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന റെസിസ്റ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ R = 1/2πFC. അപ്പോൾ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 15000 ഓംസിൻ്റെ അടുത്താണ്, അതായത് 15 കിലോ ഓം. അപ്പോൾ 15 കിലോ ഓം റെസിസ്റ്ററും 0.1ൻ്റെ കപ്പാസിറ്ററും നമ്മൾ സീരീസ് ആയിട്ട് ഒരു ഓഡിയോ സോഴ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ 100 ഹെർട്സിന് മേളിലുള്ള സിഗ്നൽ അതിൻ്റെ ഔട്ട്പുട്ട് ഹെവി ആയിട്ട് അറ്റ്യൂനേറ്റ് ചെയ്ത് പോകും. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഒരു ബേസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കപ്പാസിറ്ററിൻ്റെ വാല്യൂ വീണ്ടും കൂട്ടുക, അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് അവിടെ കിട്ടും. അപ്പോൾ ഇത് വെറുതെ ട്രയൽ ആൻഡ് എറർ ചെയ്യുന്നതല്ല, ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ സോഴ്സ് വെച്ചിട്ട് നമ്മളിതിലേക്ക് സിഗ്നൽ ഇൻജെക്റ്റ് ചെയ്യും, എന്നിട്ട് റെസിസ്റ്ററും കപ്പാസിറ്ററും കൃത്യമായിട്ട് ട്യൂൺ ചെയ്തെടുക്കും. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാലും പ്രാക്ടിക്കലി അതിനകത്ത് ടോളറൻസ് കാണും, അതുപോലെ ലോസസ് കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു സൈൻ വേവ് കൊടുത്ത് സ്പീക്കറിലൂടെ നോക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ CRO ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നു.
ഇതെല്ലാം കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്തിട്ടാണ് ഏത് കമ്പോണൻറ്റ് എവിടെ വേണമെന്ന് നമ്മൾ കൃത്യമായിട്ട് തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ ഉപയോഗിച്ച് നമുക്ക് തിയറിറ്റിക്കലി ഫിൽറ്റർ ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിലും പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥ വരും. ഫ്രീക്വൻസി ഒക്കെ സെയിം തന്നെ, പക്ഷേ കൂടുതൽ പവർ വേണം. അപ്പം നമ്മൾ ഈ RC ഫിൽറ്ററിന് പകരം LC ഫിൽറ്റർ യൂസ് ചെയ്യും, ഇൻഡക്ടർ കപ്പാസിറ്റർ ഫിൽറ്റർ. ഇൻഡക്ടർ ആകുമ്പോൾ കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസും കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി ബൾക്കിയാണ്. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്യും, ആക്റ്റീവ് ഫിൽറ്ററിലേക്ക് മാറും. അതായത് ഫിൽറ്റർ പ്ലസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ സിസ്റ്റം. അപ്പോൾ അവിടെ ഫിൽറ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും, രണ്ട് സ്റ്റേജുകളെ തമ്മിൽ ഐസൊലേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡിസൈൻ പ്രൊസീജിയറുകൾ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതിനെ ഒഴിവാക്കാൻ പുതിയ പുതിയ ടെക്നിക്കുകൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു ആക്റ്റീവ് ഫിൽറ്റർ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ റേഞ്ചിലുള്ള ഫ്രീക്വൻസി എത്രമാത്രം ബൂസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്രമാത്രം അറ്റ്യൂനേറ്റ് ചെയ്യണം, ഇതെല്ലാം നമുക്ക് അവിടെ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സർക്യൂട്ട് വളരെ കോമ്പാക്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ഒരു സ്കെയിലബിലിറ്റി നമുക്ക് അവിടെ ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് രണ്ട് സ്റ്റേജുകളെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഓഡിയോ ആംപ്ലിഫയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴിയാണ് കൊടുക്കുന്നത്. കാരണം പ്രീവിയസ് സ്റ്റേറ്റിൽ നിന്നുള്ള DC ബ്ലോക്ക് ചെയ്യുകയും ചെയ്യണം, എന്നാൽ സിഗ്നലിനെ സുഖമായിട്ട് പാസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 1 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ ആയിരിക്കും. അതിൽ കൂടി വന്ന 2.2 മൈക്രോഫാരഡ്. അവിടെ 1000 മൈക്രോഫാരഡോ അല്ലെങ്കിൽ 2000 മൈക്രോഫാരഡോ ഒന്നും നമ്മളവിടെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 1/2πRC എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉപയോഗിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലോഡ് 10 കിലോ ഓം ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ 1 മൈക്രോഫാരഡ് ആണെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് ആയിരിക്കും. അതായത് 20 ഹെർട്സ് അതിന് മേളിലുള്ള സിഗ്നൽ നല്ല രീതിയിൽ പാസ് ചെയ്തു പോകും. 20 ഹെർട്സ് താഴെയുള്ളത് ബ്ലോക്ക് ചെയ്യും. ഇനി നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 1 മൈക്രോഫാരഡ് ഞാൻ ഇട്ടില്ല, പകരം കുറച്ചും കൂടെ താഴ്ന്ന വാല്യൂ ഇട്ടെന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ 0.47 മൈക്രോഫാരഡ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 20 ഹെർട്സ് എന്നുള്ളത് കുറച്ചും കൂടെ മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഉദാഹരണം 30 ഹെർട്സ് ആയിട്ടോ അല്ലെങ്കിൽ 35 ഹെർട്സ് ആയിട്ടോ മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി കുറച്ചും കൂടെ നമ്മൾ കപ്പാസിറ്റൻസ് കുറച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ സംഭവിക്കുന്നത് ആ ബേസ് കമ്പോണൻറ്റ് അവിടെ കട്ടായി പോകും, പകരം ഹൈ ഫ്രീക്വൻസി കടന്നു പോകും. ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണം കൂടെ പറഞ്ഞാൽ നമ്മൾ രണ്ട് RC കപ്പിൾഡ് ആംപ്ലിഫയറിനെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റർ ഞാൻ 0.01 മൈക്രോഫാരഡ് ഇട്ട് കൊടുത്താൽ 1.5 കിലോ ഹെർട്സിന് മേളിലുള്ള സിഗ്നൽ മാത്രമേ അപ്പുറത്തെ സ്റ്റേജിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക, നമ്മുടെ വോക്കൽസ് കട്ടായി പോകും, ലോ ഫ്രീക്വൻസി കട്ടാവും, ഹൈ ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻറ്റുകൾ മാത്രം ഔട്ട്പുട്ടിലേക്ക് സ്പീക്കറിലേക്ക് പ്ലേ ആവും. അപ്പോൾ എന്തുമാത്രം വ്യത്യാസം അവിടെ വന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് 1 മൈക്രോഫാരഡ് അല്ലെങ്കിൽ 2.2 മൈക്രോഫാരഡ് ഓഡിയോ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മൾ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിൻ്റെ കേസ് പറഞ്ഞു, അവിടെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് വളരെ കുറവ് മതിയായിരിക്കും. എന്നാൽ ഓഡിയോ സിസ്റ്റത്തിൽ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ആ ഒരു ഇമ്പിഡൻസ് മാച്ചിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ലോ ഇമ്പിഡൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അവിടെ കൂട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് സ്റ്റേജ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 1000 മൈക്രോഫാരഡും 2200 മൈക്രോഫാരഡും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും ചെയ്യുമ്പോഴുള്ള മറ്റൊരു എഫക്റ്റ് ആണ് RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു റെക്ടിഫയറിന് ശേഷമുള്ള കപ്പാസിറ്റർ തുടങ്ങി ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടിൽ വരെ ആപ്ലിക്കേഷൻ വരുന്ന കാര്യമാണ് RC ടൈം കോൺസ്റ്റന്റ്. അതായത് T=RC എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം ഒന്നല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂട്ടുകയോ അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂട്ടുകയോ ചെയ്താൽ ടൈം ഡിലേ കൂടും. അതായത് അതിൻ്റെ ആ ഒരു പീക്ക് ലെവലിൽ, അതായത് നമ്മൾ ഒരു ഡിസൈഡ് റേഞ്ചിൽ എത്താൻ വേണ്ട സമയം നമുക്ക് കൂടുതൽ ലഭ്യമാകും. അതായത് നിങ്ങളിപ്പോൾ ഒരു 5 വോൾട്ട് നേരിട്ട് ഒരു കപ്പാസിറ്റർ കൊടുക്കുകയാണെങ്കിൽ ആ പവർ സപ്ലൈയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കപ്പാസിറ്ററിന് അക്രോസ് 5 വോൾട്ട് കിട്ടും. എന്നാൽ നമ്മൾ ഇടയ്ക്ക് ആ കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് പോയി റെസിസ്റ്ററുകൾ ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക, പതുക്കെ ഗ്രാജുവലായിട്ട്, അതായത് 0.1, 0.2, 1, 1.2 അങ്ങനെ ഗ്രാജുവലായിട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് റൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു എഫക്റ്റിനെ പ്രയോജനപ്പെടുത്തിയാണ് ടൈം ഡിലേ സർക്യൂട്ടുകളൊക്കെ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഏകദേശം 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മതി ഒരു LED കത്തണ്ടേ. അപ്പോൾ നമുക്ക് T=RC എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം റെസിസ്റ്ററിൻ്റെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ 100 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ T=RC ഇക്വേഷൻ പ്രകാരം ഏകദേശം ഒരു 10 കിലോമീറ്റർ റെസിസ്റ്റർ ഇട്ടാലേ 5 സെക്കൻഡ് ഡിലേ അവിടെ കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറൊരു രീതിയിലും ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇവിടെ 100 മൈക്രോഫാരഡിന് പകരം 10 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ ഉപയോഗിക്കാം. പക്ഷേ അപ്പോൾ റെസിസ്റ്റർ വീണ്ടും കൂട്ടേണ്ടി വരും, അതായത് 100 കിലോ ഓം ആയിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ LED അത്ര ബ്രൈറ്റ്നസ് കിട്ടത്തില്ല. ഇനി വേറൊരു രീതി പറഞ്ഞാൽ 1 മൈക്രോഫാരഡ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മെഗാ ഓം റേഞ്ചിലേക്ക് പോകും റെസിസ്റ്റർ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സർക്യൂട്ട് ഡിസൈനിലെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡെയിലി പ്രാക്ടീസിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി RC ടൈം കോൺസ്റ്റന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓസിലേറ്ററുകൾ വർക്ക് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള റെസിസ്റ്ററും കപ്പാസിറ്ററും ട്യൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് റെസൊണൻറ്റ് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യും.
ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു 50 കിലോ ഹെർട്സിൻ്റെ ഒരു സൈൻ വേവ് ജനറേറ്റർ നിർമ്മിച്ചെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിലുപയോഗിക്കുന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂ 10 നാനോ ഫാരഡ് ആണ്, ഡിസ്ക് കപ്പാസിറ്ററാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതേ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഒരു ഹൈ വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിസ്ക് കപ്പാസിറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അതിന് ഒരു 100 വോൾട്ടിന് മേളിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല, എപ്പോൾ വേണമെങ്കിലും കത്തിപ്പോവാം. ഡൈഇലക്ട്രിക് വളരെ വീക്കാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോളിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കണം. അപ്പോൾ അവിടെ തിയറിയും കാര്യങ്ങളെല്ലാം സെയിം തന്നെ, പക്ഷേ നമ്മൾ ആ മെത്തേഡ് വ്യത്യാസമുണ്ട്. ഇനി നിങ്ങളത് ഹൈ ഫ്രീക്വൻസി RF സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ സിൽവർ മെക്കാ കപ്പാസിറ്ററാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ഇനി നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് നോയ്സിനെ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ സർക്യൂട്ടുകളിൽ വിവിധ തരത്തിലുള്ള സ്വിച്ചിങ് ഐസികളുണ്ടെങ്കിൽ ഇതെല്ലാം പവർ സപ്ലൈയിൽ വൻ രീതിയിലുള്ള നോയ്സുകൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ നോയ്സുകൾ റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കമ്പോണൻറ്റുകളിലേക്ക് ഫോൾസ് ട്രിഗറിങ് നൽകാനും തുടങ്ങും. ഈ വേലി തന്നെ വിളതിഞ്ഞ എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പവർ സപ്ലൈക്ക് പാരലായിട്ട് കപ്പാസിറ്ററുകൾ ഇട്ട് കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററാണ് 0.1 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ, അതുപോലെ ഒരു 1 to 10 മൈക്രോഫാരഡ് റേഞ്ചിലുള്ള ഇലക്ട്രോണിക് കപ്പാസിറ്ററുകളും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്ലൈ ഉണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ചേഞ്ചുകൾ, പ്രത്യേകിച്ച് സ്പൈക്കുകൾ, വോൾട്ടേജ് സ്പൈക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർജ് ആയിക്കോട്ടെ, അതിൽ പെട്ടെന്നൊരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ ഇതൊരു റിസർവറായിട്ട് പ്രവർത്തിക്കും. അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി നോയ്സിനെ ഗ്രൗണ്ട് ചെയ്തും കളയും. അപ്പോൾ അങ്ങനെയാണ് സർക്യൂട്ടിനെ ഒന്ന് സ്റ്റേബിളാക്കി നിർത്തുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിസൈൻ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിൽ നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ, അതായത് കൂടുതൽ പവർ എടുക്കുന്ന സിസ്റ്റമൊക്കെ ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു റിസർവർ കപ്പാസിറ്റർ ഉറപ്പായിട്ടും കാണും. നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ കുളിക്കാൻ വേണ്ടി ഒരു ചെറിയ കപ്പ് ഉപയോഗിച്ച് നിങ്ങൾ വെള്ളം ഇട്ട് കുളിക്കുന്നതും അതേ കാര്യം തന്നെ നിങ്ങളൊരു ബക്കറ്റിൽ പൈപ്പിൽ നിന്നുള്ള വെള്ളം പിടിച്ചു വെച്ച് കുളിക്കുന്നതും. പൈപ്പിൽ നിന്ന് പിടിച്ചു വെച്ച് കുളിക്കുമ്പോഴുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ പൈപ്പിൽ ഇടയ്ക്ക് വെള്ളം നിന്ന് പോയാലും ബക്കറ്റ് സ്റ്റോറേജ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ കപ്പാസിറ്ററും ഒരു റിസർവറായിട്ട് തന്നെ വർക്ക് ചെയ്ത് സർക്യൂട്ടിനെ സ്റ്റേബിളായിട്ട് നയിച്ചു പോകുന്നു. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് വലിയ വലിയ ആംപ്ലിഫയറിലൊക്കെ പവർ സപ്ലൈ സെക്ഷനിൽ വലിയ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. കാരണം പെട്ടെന്നുണ്ടാകുന്ന ഒരു പഞ്ചി ബാസ് മതി നമ്മുടെ ഈ സപ്ലൈ പെട്ടെന്നൊന്ന് ഡൗൺ ആക്കാൻ, അല്ലെങ്കിൽ ആ സൗണ്ടിന് ഒരു ഡിസ്ട്രോഷൻ വരാൻ. അപ്പോൾ ഇവിടെ വാല്യൂ കൂടിയിട്ടുള്ള കപ്പാസിറ്റർ ഇട്ട് കൊടുക്കുന്ന വഴി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സഹായിക്കും. ഇനി നമ്മൾ റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ ഇത്രയും വലിയ മൈക്രോഫാരഡ് കപ്പാസിറ്ററുകളൊന്നും കാണത്തില്ല. അവിടെ നല്ല പീക്കോ ഫാരഡ് അല്ലെങ്കിൽ നാനോ ഫാരഡ് റേഞ്ചിലുള്ള കപ്ലിംഗ് കപ്പാസിറ്റർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ലൈനിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ കിലോ ഹെർട്സ്, മെഗാ ഹെർട്സ്, ഗിഗാ ഹെർട്സ് ആ റേഞ്ചിലുള്ള തരംഗങ്ങളുടെ ഒരു വ്യതിയാനമാണ്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ നാനോ ഫാരഡ്, പീക്കോ ഫാരഡ് ആ റേഞ്ചിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവിടെ അപ്പം അത്രയും ഫ്രീക്വൻസി കൂടുമ്പോൾ മറ്റൊരു പ്രോബ്ലം ഉണ്ട്. സാധാരണ ഒരു ഡിസ്ക് കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കപ്പാസിറ്ററോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇൻഡക്റ്റൻസ് വളരെ കുറഞ്ഞിട്ടുള്ള വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള RF കപ്പാസിറ്ററുകൾ, ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകൾ, ഫെട്രോ കപ്പാസിറ്ററുകളൊക്കെയാണ് അവിടെ ആവശ്യം വരിക. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിയോ സിസ്റ്റം ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് 0.1 മൈക്രോഫാരഡ്, അതോടൊപ്പം തന്നെ 10 മൈക്രോഫാരഡിൻ്റെ ഇലക്ട്രോണിക് കപ്പാസിറ്റർ. ഇനി നമ്മൾ ഒരു ഡിജിറ്റൽ സിസ്റ്റം ആണെങ്കിൽ 0.01 മൈക്രോഫാരഡ് തുടങ്ങി 0.1 മൈക്രോഫാരഡ് വരെയുള്ള ഡിസ്ക് കപ്പാസിറ്ററുകൾ, അതിനോടൊപ്പം തന്നെ 1 to 47 മൈക്രോഫാരഡ് വരെയുള്ള ഇലക്ട്രോണിക് കപ്പാസിറ്റർ. ഇനി ഓഡിയോ ആംപ്ലിഫയർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു 100 മൈക്രോഫാരഡിൻ്റെ ഒക്കെ കപ്പാസിറ്ററുകളായിരിക്കും പവർ ലൈനിൽ നമുക്ക് മിക്കവാറും കാണാൻ സാധിക്കുക. RF സർക്യൂട്ട് ആണെങ്കിൽ അത് നാനോ ഫാരഡും പീക്കോ ഫാരഡും റേഞ്ചിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളെ നമുക്ക് 3 കാറ്റഗറിപ്പെടുത്താം. ഒന്ന്, നമ്മുടെ കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റുകൾ, അതായത് ഹോം അപ്ലയൻസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നത്. 2, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൺസ്യൂമറിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് ലഭ്യമായിട്ടുള്ള കാർബൺ ഫിലിം റെസിസ്റ്റർ, ഡിസ്ക് കപ്പാസിറ്റർ ഒക്കെ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ റേഞ്ച് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ബോക്സ് കപ്പാസിറ്ററുകൾ, ഹൈ പ്രിസിഷനുള്ള മെറ്റാലിക് ഫിലിമുള്ള റെസിസ്റ്ററുകളൊക്കെ ആയിരിക്കും. ഇനി മിലിറ്ററി ആൻഡ് എയറോസ്പേസിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗ്രേഡ്, ഏറ്റവും ഹയർ ഗ്രേഡ് എന്ന് പറയാം. അത് ബയോമെഡിക്കൽ ഉപകരണങ്ങളും ഏകദേശം ഈ റേഞ്ചിൽ തന്നെ വരും. കാരണം ജീവരക്ഷാ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രയോറിറ്റി വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അതിനകത്തൊക്കെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റുകളൊക്കെ എക്സ്ട്രീം ഹീറ്റും കോൾഡൊക്കെ താങ്ങാൻ കഴിവുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈനുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേ മേഖലയിൽ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.